കാലം അത് ആദിയും അന്തവുമില്ലാത്ത മഹാപ്രവാഹമാണ്. സാമ്രാജ്യങ്ങൾ ഉദിച്ചുയരും, മണ്ണോട് ചേരും. പക്ഷേ സത്യയുഗവും ത്രേതായുഗവും കടന്ന് ദ്വാപരയുഗത്തിലേക്ക് കാലം ചുവടുവയ്ക്കുമ്പോൾ അയോധ്യ ഇന്ന് നിശ്ചലമാണ്. പ്രകൃതി പോലും ശ്വാസമടക്കി പിടിച്ചിരിക്കുന്നു. കാരണം ഇന്ന് വിധിയുടെ ദിവസമാണ്. ഭഗവാൻ ശ്രീരാമന്റെ അവതാരലക്ഷ്യം പൂർത്തിയാകുന്ന നിമിഷം. അസ്തമയ സൂര്യന്റെ ചുവന്ന വെളിച്ചത്തിൽ മുങ്ങി നിൽക്കുന്ന അയോധ്യ, കൊട്ടാരത്തിന്റെ വലിയ കവാടം. അന്തരീക്ഷം വല്ലാതെ നിശബ്ദമാണ്. കാറ്റുപോലും വീശാൻ ഭയക്കുന്നു. കവാടത്തിനു മുന്നിൽ ഭീമാകാരമായൊരു കറുത്ത നിഴൽ രൂപപ്പെടുന്നു. അത് യമധർമ്മനാണ്. വിചിത്രം. മൃത്യുവിന് പ്രവേശമില്ലാത്ത നഗരമോ? നിഴലുകൾക്ക് പോലും നുഴഞ്ഞുകയറാൻ കഴിയാത്ത വിധം ആരാണീ കോട്ടയ്ക്ക് കാവൽ നിൽക്കുന്നത്? നിൽക്കൂ. ഒരടി മുന്നോട്ട് വച്ചാൽ നീ മൃത്യുദേവനാണെന്ന് ഞാൻ ഓർക്കില്ല. ഈ അയോധ്യയുടെ ഓരോ മണൽത്തരിയും എന്റെ പ്രഭു രാമന്റേതാണ്. രാമനാമം മുഴങ്ങുന്ന ഈ വായു ശ്വസിക്കാൻ പോലും അവിടുത്തെ അനുവാദം വേണം. പിന്നെയല്ലേ അന്തകനായ നിനക്ക് പ്രവേശനം. വായുപുത്രനായ ഹനുമാൻ, ത്രിലോകങ്ങളിലും നിന്റെ ഭക്തിക്ക് തുല്യം നീ മാത്രം. പക്ഷേ നീ തടയുന്നത് എന്നെയല്ല, കാലത്തെയാണ്. ഭഗവാൻ രാമന്റെ ഭൂമിയിലെ സമയം അവസാനിച്ചു. സരയൂ നദി അവിടുത്തെ വരവും കാത്തൊഴുകുകയാണ്. വഴിമാറുക. ഇത് പ്രകൃതിയുടെ നിയമമാണ്. നിയമമോ? എനിക്കൊരേയൊരു നിയമമേയുള്ളൂ. രാമൻ. എന്റെ പ്രഭുവിനെ തൊടാൻ കാലത്തെയും വിധിയെയും മൃത്യുവിനെയും ഞാൻ അനുവദിക്കില്ല. നിന്നെ മാത്രമല്ല, നിന്റെ യമലോകത്തെ മുഴുവനെടുത്ത് ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ അങ്ങേയറ്റത്തേക്ക് വലിച്ചെറിയും. കൊട്ടാരത്തിനകം ശ്രീരാമൻ സിംഹാസനത്തിലിരിക്കുന്നു. അദ്ദേഹം എല്ലാം അറിയുന്നുണ്ട്. മുഖത്ത് ശാന്തതയും ചുണ്ടിൽ നേരിയ പുഞ്ചിരിയും. പക്ഷെ കണ്ണുകളിൽ തന്റെ പ്രിയപ്പെട്ട ഭക്തനെ പിരിയുന്നതിന്റെ വേദനയുണ്ട്. ഹനുമാൻ, നിന്റെ സ്നേഹം ഇന്നെനിക്കൊരു ചങ്ങലയായി മാറിയിരിക്കുന്നു. നീ കാവൽ നിൽക്കുന്നിടത്തോളം കാലം മൃത്യുവിന് ഇങ്ങോട്ട് കടന്നുവരാൻ കഴിയില്ല. പക്ഷേ കാലമൊഴുകിയേ തീരൂ. പുതിയ യുഗങ്ങൾ പിറക്കണം. നിന്നെ വേദനിപ്പിക്കാതെ എനിക്ക് പോകാൻ കഴിയില്ലല്ലോ. ഹനുമാൻ, എന്റെ അരികിലേക്ക് വരൂ. പ്രഭു, ആ മൃത്യുദേവൻ പുറത്തുണ്ട്. അങ്ങയെ കൊണ്ടുപോകാനാണത്രേ. ഞാൻ സമ്മതിക്കില്ല. അങ്ങ് ആജ്ഞാപിക്കൂ. ഈ ഭൂലോകവും ഞാൻ അങ്ങയ്ക്ക് കാവലായി നിർത്താം. ഹനുമാൻ, നീ എപ്പോഴും എന്റെ നിഴലായി കൂടെയുണ്ടല്ലോ. പക്ഷേ എനിക്കിപ്പോൾ നിന്റെ ഒരു സഹായം അത്യാവശ്യമാണ്. നോക്കൂ, എന്റെ ഈ മോതിരം. ആ മോതിരം പാതാളത്തിലേക്ക് പോയി. അതെന്റെ വിവാഹമോതിരമാണ്. സീതയുടെ ഓർമ്മയാണ്. എനിക്കത് വേണം ഹനുമാൻ. മറ്റാരെക്കൊണ്ടും അത് സാധിക്കില്ല. നിനക്ക് മാത്രമേ അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ. സീതാദേവിയുടെ ഓർമ്മയോ? പ്രഭു, ഒരു നിമിഷം, ഒരേയൊരു നിമിഷം. പാതാളമല്ല, അതിനപ്പുറം പോയാലും ഞാനത് കൊണ്ടുവന്നിരിക്കും. ഭൂമിയുടെ ആഴങ്ങളിലേക്ക്, മനുഷ്യന്റെ ചിന്തകൾക്കും അപ്പുറമുള്ള ലോകത്തേക്കവൻ യാത്രയായി. അത് വെറുമൊരു മോതിരം തേടിയുള്ള യാത്രയായിരുന്നില്ല, സത്യം തേടിയുള്ള യാത്രയായിരുന്നു. കൂരിരുട്ട്. ഹനുമാൻ പ്രകാശവേഗതയിൽ താഴേക്കു പോകുന്നു. പാറക്കെട്ടുകൾ തുളച്ചു ചെല്ലുമ്പോൾ ചുറ്റും അത്ഭുതകരമായ നീല വെളിച്ചം പരക്കുന്നു. നാഗലോകം. ഭീമാകാരമായ സർപ്പങ്ങൾ. മധ്യത്തിൽ 1000 തലകളുള്ള വാസുകി. സ്വാഗതം വായുപുത്ര. രാമദൂതൻ എന്തിനാണ് നാഗലോകത്തിന്റെ ഈ നിഗൂഢമായ ആഴങ്ങളിലെത്തിയത്? നാഗരാജാവേ, എന്റെ സമയം കുറവാണ്. പ്രഭു ശ്രീരാമന്റെ മോതിരം ഈ വഴിക്ക് വീണിട്ടുണ്ട്. അതന്വേഷിച്ചാണ് ഞാൻ വന്നത്. രാമന്റെ മോതിരം. അവിടെ നോക്കൂ ഹനുമാൻ. ആ മലയുടെ മുകളിൽ നിന്റെ മോതിരമുണ്ടാകും. ചെന്നെടുക്കൂ. കണ്ടെത്തി. ഇതാണെന്റെ പ്രഭുവിന്റെ മോതിരം. ഇതെന്താണ്? ഇതെല്ലാം എന്റെ സ്വാമിയുടെ മോതിരങ്ങളാണോ? ഇതിലേതാണ് ഇപ്പോൾ താഴെ വീണത്? എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ. ഹനുമാൻ, ശാന്തനാകൂ. നീ കാണുന്നത് വെറും മോതിരങ്ങളല്ല. ഇത് ഈ പ്രപഞ്ചത്തിന്റെ ചരിത്രമാണ്. കാലചക്രത്തിന്റെ അടയാളങ്ങളാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല നാഗരാജ. ഹനുമാൻ, കാലം എന്നതൊരു നേർരേഖയല്ല, അതൊരു വട്ടമാണ്. ഓരോ തവണയും ത്രേതായുഗം അവസാനിക്കാറാകുമ്പോൾ രാമൻ തൻ്റെ മോതിരം താഴേക്കിടും. അതെടുക്കാനൊരു ഹനുമാൻ ഇവിടെ വരും. നീ ഇവിടെ മോതിരം തിരയുന്ന ഈ നിമിഷം മുകളിൽ അയോധ്യയിൽ രാമൻ തൻ്റെ അവതാരം അവസാനിപ്പിച്ച് സരയൂ നദിയിൽ ലയിക്കുന്നുണ്ടാകും. അപ്പോൾ ഇതിനു മുമ്പും നടന്നിട്ടുണ്ടോ? ഞാൻ തന്നെയാണോ അതെല്ലാം ചെയ്തത്? അനന്തമായ തവണ. എത്ര മോതിരങ്ങളുണ്ടോ അത്രയും രാമായണങ്ങൾ നടന്നിട്ടുണ്ട്. രാമന് പോകണമെങ്കിൽ ഹനുമാന്റെ ശ്രദ്ധ മാറണം.
നിന്റെ സ്നേഹം അദ്ദേഹത്തെ ഭൂമിയിൽ തളച്ചിടുകയായിരുന്നു. അതുകൊണ്ട് നിന്നെ ഇങ്ങോട്ടയച്ചു. വിട്ടു നൽകുക എന്നതാണ് ഹനുമാൻ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണവും പൂർണ്ണതയും. ആ നിമിഷം ഹനുമാൻ ഒരു സത്യം മനസ്സിലാക്കി. പിടിച്ചു നിർത്തുന്നതല്ല സ്നേഹം, പ്രകൃതിയുടെ ഒഴുക്കിനൊപ്പം പ്രിയപ്പെട്ടവരെ യാത്രയാക്കുന്നതാണ് യഥാർത്ഥ ത്യാഗം. സ്വാമി, അങ്ങെന്നെ പറ്റിച്ചു അല്ലേ? മോതിരം വെറുമൊരു കാരണമായിരുന്നു. അങ്ങയുടെ വേർപാട് എനിക്ക് താങ്ങാനാവില്ലെന്ന് അങ്ങേക്കറിയാമായിരുന്നു. ശരിയാണ് പ്രഭു. ശരീരം കൊണ്ട് അങ്ങ് അകന്നാലും എൻ്റെ ഓരോ ശ്വാസത്തിലും അങ്ങുണ്ടാകും. രാമൻ ഒരു വ്യക്തിയല്ല, അതൊരു ചൈതന്യമാണ്. ശ്രീരാമൻ പോയിട്ടില്ല, അദ്ദേഹം ഓരോ ഹനുമാന്റെയും ഹൃദയത്തിലുണ്ട്. ഈ കഥ അവസാനിക്കുന്നില്ല. എവിടെയോ ഏതോ ഒരു കാലഘട്ടത്തിൽ വീണ്ടും ഒരു മോതിരം താഴേക്ക് വീഴുന്നുണ്ടാകും. വീണ്ടും ഒരു ഹനുമാൻ അത് തേടിപ്പോകുന്നുണ്ടാകും. കാരണം ഈ വട്ടം അനന്തമാണ്. നമ്മളും ഇതേപോലെ ഒരു വലിയ ചക്രത്തിൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ജീവിതമെന്നത് ആവർത്തനങ്ങളുടെ ആകെ തുകയാണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് എപ്പിക്രോൺസ്.